നമുക്ക് അലീനയുടെയും മനുഷ്യങ്ങളുടെയും നാളത്തെ നല്ലൊരു കഥ കേട്ടാലോ? വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ഹൈപ്പ് ചെയ്യാൻ മറക്കരുതേ. ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഞാനൊരു യാത്രയിലായതുകൊണ്ട് കേട്ടോ കാരണത്തിരുന്ന് സംസാരിക്കുന്നത്. അപ്പോൾ ചിലരൊക്കെ ചോദിക്കുമായിരിക്കും ഇതെവിടെയാ എങ്ങനെയാന്നൊക്കെ. അതുകൊണ്ടാണ് ആദ്യമേ തന്നെ ഞാൻ പറയണം കേട്ടോ. അങ്ങനെ നമ്മൾ കാണുന്ന ഒടുവിൽ വല്ലാത്ത സങ്കടമായിപ്പോയി ശരണ്യയ്ക്ക്. അലീനയ്ക്ക് പനിയാന്ന് പറഞ്ഞ് ഇപ്പോൾ അലീനയെ കാണുന്നു ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ എങ്കിൽ ശരണ്യയുടെ അമ്മ സമ്മതിച്ചില്ല അതിന്. അപ്പം ശരണ്യയ്ക്ക് ഭയങ്കര സങ്കടം. എങ്ങനെയാണെങ്കിലും ശരി അലീനെ വെച്ച് കണ്ടേ മതിയാവുള്ളൂ എന്നൊക്കെയൊരു ചിന്ത ശരണ്യയുടെ മനസ്സിലുണ്ടായി. തനിക്കൊരു വയ്യായിക വന്നു കഴിഞ്ഞപ്പം തൻ്റെ അരികിലേക്ക് ഓടി വന്ന് തന്നെ ശുശ്രൂഷിച്ച ആളാ. അപ്പം പിന്നെ അവർക്കൊരു വയ്യായിക വന്നു കഴിയുമ്പം അവരെ പോയി നോക്കണ്ടേ? തൻ്റെ ജീവിതത്തിലേക്ക് കൈ പിടിച്ചു കൊണ്ടൊന്നും അലീനേച്ചിയാണ്. അപ്പോൾ പിന്നെ അലീനേച്ചിയെ കാണാതിരിക്കാൻ പറ്റുമോ? ഒടുവിൽ ശരണ്യ അച്ഛൻ പ്രഭാകരൻ്റെ അടുത്ത് നിന്ന് ചെന്നിട്ട് പറഞ്ഞു, അച്ഛാ എനിക്ക് അലീനേച്ചിയെ കാണാൻ പോയേ മതിയാവുള്ളൂ, എനിക്ക് പോകണം, അലീന ചേച്ചി വയ്യാതെ കിടക്കുമെന്നൊക്കെ പറഞ്ഞു. അപ്പോഴേക്കും പ്രഭാകരൻ പറഞ്ഞു, അത് വേണോ മോളെ, പോകണം. അതിന് നിനക്ക് വീടറിയുകയൊക്കെ ചെയ്യാവോ? അതെ, ഷായിച്ചനോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഷായിച്ചൻ എന്നെ കൊണ്ടുപോകും, എനിക്ക് പോകണമെന്ന് പറഞ്ഞു. ഒടുവിൽ പ്രഭാകരൻ പറഞ്ഞു, ഞാനൊന്നും പറയില്ല, ഇനി അവിടെ ചെന്ന് കഴിയുമ്പോൾ നിനക്കറിയാലോ. ഒന്നാമത്തെ കാര്യം ആ വീടിനെക്കുറിച്ച് നിനക്കറിയാവുന്നതല്ലേ. അതിന് അച്ഛ രോഹിത്തേടൻ തെറ്റൊന്നും ചെയ്തിട്ടില്ലല്ലോ. തെറ്റ് ചെയ്തിട്ടില്ല, പിന്നെ എന്തിനാ? അതെ, ഇനി എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇനി അതിൻ്റെ പിന്നാലെ നടക്കാൻ എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞു. ഒടുവിൽ ശരണ്യ പറഞ്ഞു, ഒരു പ്രശ്നം ഉണ്ടാകത്തില്ല അച്ഛാ, അമ്മയോട് പറ, എന്നെ ഒന്ന് കൊണ്ടുപോകാൻ പറ എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ പിന്നീട് പ്രഭാകരൻ ശരണ്യയുടെ അമ്മയോട് സംസാരിച്ചിട്ട് പറഞ്ഞു, ഒരു കാര്യം ചെയ്യുക, അവളുടെ ആഗ്രഹമല്ലേ, ഷാജിക്ക് വീടറിയായിരിക്കും, ഷാജി പലവട്ടം പോയിട്ടുള്ളതല്ലേ, ഷാജിയും കൂട്ടിക്കൊണ്ട് പോകാനൊക്കെ പറഞ്ഞ് അനുമതി കൊടുക്കുകയാണ്. അപ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ ശരണ്യയ്ക്കൊരു സമാധാനമായത്. ഈ സമയത്ത് അലീൻ്റെ രോഹിത്തിൻ്റെ അടുത്ത് നിന്നു. രോഹിത്ത് വിഷമിച്ചിരിക്കുമായിരുന്നു. രോഹിത്ത് കേട്ടായിരുന്നു ഈ പറയുന്ന ബാലേന്ദ്രനും അലീനയും തമ്മിലുള്ള സംസാരം, കോളേജിലെ കാര്യങ്ങളെക്കുറിച്ചൊക്കെ. അലീന എന്നിട്ടോട് നീ വിഷമിക്കൊന്നും വേണ്ട, ഒരു കാര്യം ചെയ്യാം, നമുക്ക് വേറെ നോക്കാമെന്ന് പറഞ്ഞു. അപ്പോഴേക്കും രോഹിത്ത് പറഞ്ഞു, അതൊന്നും എനിക്ക് പ്രശ്നമില്ല ചേച്ചി, അതൊന്നും ബുദ്ധിമുട്ടുള്ള കാര്യമല്ല, എൻ്റെ വർഷം പോയിക്കോട്ടെ. പക്ഷേ അലീനയ്ക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അലീന പറഞ്ഞു, എന്നാലും നീ തെറ്റൊന്നും ചെയ്തിട്ടില്ലല്ലോടാ, പിന്നെ നീ എന്തിനാ സങ്കടപ്പെടുന്നേ? നിനക്ക് ആരെങ്കിലും ഫേസ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. അപ്പോഴേക്കും രോഹിത് പറഞ്ഞു, അത് പിന്നെ ചേച്ചി ഞാൻ പേടിക്കൊന്നും വേണ്ട, ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും നീ തെറ്റൊന്നും ചെയ്തിട്ടില്ല, അതുകൊണ്ട് നീ ധൈര്യമായിട്ടിരിക്കുക, നീ പേടിക്കൊന്നും വേണ്ട, ഞങ്ങളൊക്കെ ഇല്ലേ നിനക്ക് കൂടെ, കട്ട സപ്പോർട്ടായിട്ട് നിനക്ക് കൂടെയില്ലേ. ഇപ്പം ഭവിതയാണെങ്കിലും കൃഷ്ണമോളാണെങ്കിലും സ്കൂളിലും കോളേജിലും ഒക്കെ പോകുന്നുണ്ട്, അവർക്കൊരു പ്രശ്നമില്ലല്ലോ, പിന്നെ നീ എന്തിനാ എങ്ങനെ ടെൻഷൻ അടിക്കണം എന്നൊക്കെ ചോദിച്ച് ഒന്ന് സമാധാനിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഈ സമയത്ത് കമല ശിവശങ്കറിൻ്റെ അടുത്ത് ചെന്നു. കമല ശിവശങ്കറിൻ്റെ അടുത്ത് നിന്ന് ശിവശങ്കറോട് പറയുന്നുണ്ട്, അതെ എന്താണെങ്കിലും അധികം വൈകാതെ തന്നെ ഹരിയോടൊപ്പമുള്ള അവന്മാരൊക്കെ പുറത്ത് ജാമ്യത്തിലിറങ്ങും, നമ്മുടെ മോൻ മാത്രം ഇതുവരെയായിട്ട് അവന് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഞാൻ എത്രയോ വട്ടം പറഞ്ഞു ആ ശരണ്യനെ ഒന്ന് പോയി കാണുക, അവളെ കണ്ട് കാര്യങ്ങളൊക്കെ സംസാരിക്കുക, ഇനി നിങ്ങൾക്ക് പോകാൻ മടിയുണ്ടെങ്കിൽ ആ അലീനയെ കൂടെ ഒന്ന് പറയിപ്പിക്കാൻ പറഞ്ഞു. എന്നിട്ട് ആരെങ്കിലും എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? അതിങ്ങനെയാ പറഞ്ഞിട്ട് കാര്യമില്ല, അവനെ പുറത്തിറക്കണമെന്ന് ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു ചൂടുണ്ടോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഭയങ്കരമായിട്ട് കിടന്ന് ദേഷ്യപ്പെടുവാണ്. ആ സമയത്ത് ശിവശങ്കരൻ പറഞ്ഞു, ഞങ്ങളൊന്നും ചെയ്യാത്തതുകൊണ്ടാണോ? ഇടി ചെയ്യുന്നുണ്ട്, പക്ഷേ ഞങ്ങൾ പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോയെന്ന് ചോദിച്ചു. അവനെ ആദ്യം പോക്സോ കേസിൽ നിന്ന് ഒഴിവാക്കാനല്ലേ നോക്കണ്ടേന്നൊക്കെ ചോദിച്ചു. ഇവിടെ കയറി ഇരുന്നിട്ട് വല്ല കാര്യമുണ്ടോ? ആ അലീനയെ കണ്ടും സംസാരിക്കാൻ പറഞ്ഞിട്ടോ? അത് കേട്ടപ്പോൾ ശിവശങ്കരന് ദേഷ്യം വന്നു. അങ്ങനെയാണ്, നീ ഒരു കാര്യം ചെയ്യുക, നീ പോയി കണ്ട് അവളോട് സംസാരിക്കുക, അത് കമലയ്ക്ക് പറ്റില്ല. കമല പറഞ്ഞു, ഓഹോ, അപ്പം ഞാൻ അവളുടെ കാലിൽ പോയി വീഴണമല്ലേന്ന് ചോദിച്ചു. അപ്പം നിനക്ക് പറ്റില്ല, ഞങ്ങൾ പോയി സംസാരിക്കണമല്ലേ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് കുറേ ചീത്ത പറയുന്നുണ്ട്. എടി മനു പറഞ്ഞ കാര്യം നിനക്ക് ഓർമ്മയുണ്ടോ? ആരൊക്കെ ചെന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല, അവൾക്കൊരു മാറ്റം ഉണ്ടാകത്തില്ല, രോഹിത്തിൻ്റെ കാര്യത്തിൽ പോലും അവൾ സംസാരിച്ചില്ലെന്നാണ് പറയണേ. അപ്പം പിന്നെ ഞാനോ മനുവോ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ചെന്ന് അവളോട് സംസാരിച്ചിട്ട് കാര്യമൊന്നും ഇല്ലയെന്ന് പറഞ്ഞു. അതല്ലേലും അങ്ങനെയല്ലേ വരത്തുള്ളൂ. എൻ്റെ മോൻ്റെ കാര്യം വന്നു കഴിഞ്ഞപ്പോഴത്തേനും എല്ലാവർക്കും ഇങ്ങനെയൊക്കെ തന്നെ, രോഹിത്തും ബാക്കി എല്ലാവരും ഇപ്പോൾ പുറത്തിറങ്ങിയിട്ടുണ്ട്, ഇനിയിപ്പോൾ നമ്മുടെ മോൻ മാത്രം എന്നും പറഞ്ഞു കമല ദേഷ്യപ്പെട്ട് അങ്ങോട്ട് പോയി. കുറച്ച് കഴിഞ്ഞപ്പോൾ ശിവശങ്കരൻ മനുവിൻ്റെ അടുത്ത് ചെന്നു. മനുവായിട്ട് സംസാരിക്കുകയാണ്. മനുശങ്കർ പറഞ്ഞു, അച്ഛാ എനിക്ക് അവളോട് സംസാരിക്കാൻ പറ്റില്ല, അവളോട് ഞാൻ സംസാരിച്ചിട്ട് കാര്യമൊന്നുമില്ല, അച്ഛനറിയാലോ അവളുടെ സ്വഭാവം, പിന്നെ വെറുതെ എന്തിനാ ഒരു റിസ്ക് എടുക്കുന്നത്, അതിൻ്റെ കാര്യമൊന്നും ഇല്ല എന്ന് പറഞ്ഞു. കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ മനു അലീനയെ വിളിക്കുന്നുണ്ട്. അലീനെ വിളിച്ച് സംസാരിക്കുന്നുണ്ട്. പനി കുറവുണ്ടോ എങ്ങനെയുണ്ടെന്നൊക്കെ അറിയാൻ വേണ്ടി വിളിച്ചാൽ അലീന പറഞ്ഞു, ഇപ്പം എനിക്ക് കുറവുണ്ട് മനുവേട്ടാന്ന് പറഞ്ഞു. അല്ല മെഡിസിനും കാര്യങ്ങളൊക്കെ അതൊക്കെ കൃത്യസമയത്ത് കിട്ടുന്നുണ്ട്, അതൊക്കെ തരാനായിട്ട് ഇവിടെ ആൾക്കാരുണ്ടെന്ന് പറഞ്ഞു. ആര്? അതിനല്ലേ രോഹിത്തും ബബിതയൊക്കെ ഉള്ളത്, കൃത്യസമയത്ത് എല്ലാ കാര്യങ്ങളും എത്തുന്നുണ്ടെന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പം മനുഷ്യങ്ങൾ പറഞ്ഞു, കൊള്ളാലോ, ഇപ്പം ശുശ്രൂഷിക്കാനായിട്ട് ആൾക്കാരുടെ എണ്ണം കൂടുതലല്ലേന്ന് ചോദിച്ചു. അങ്ങനെയൊന്നുമില്ല മനുവേട്ടാ, അവരെൻ്റെ സഹോദരങ്ങളല്ലേ, അപ്പം പിന്നെ എന്നെ നോക്കാതിരിക്കുമെന്ന് ചോദിച്ചു.
എനിക്ക് മനസ്സിലായി. ഇപ്പം നമ്മളൊന്നും വേണ്ട, വേറെ ആൾക്കാരുടെ എണ്ണൊക്കെ കൂടിയല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അലീനെ ഒന്ന് കളിയാക്കുന്നുണ്ട്. അലീന പറഞ്ഞു, അങ്ങനെയൊന്നുമില്ല മനുവേട്ടാന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറച്ച് സമയം കൂടെ സംസാരിച്ചിട്ടാണ് കോള് കെട്ടിയുന്നത്. ആ സമയത്താണ് പുറത്തൊരു ഓട്ടോറിക്ഷ വന്നിരുന്നത്. ഓട്ടോറിക്ഷയ്ക്കകത്തുനിന്ന് ഷാജിയും അതുപോലെ ശരണ്യയുടെ അമ്മയും കൂടെയാണ് ഇറങ്ങുന്നത്. അപ്പം വീട്ടിലേക്ക് വന്നു കഴിഞ്ഞപ്പോഴത്തേനും വല്ലാത്തൊരു ടെൻഷൻ ഉണ്ടായിരുന്നു ശരണ്യയ്ക്ക്. രോഹിത്തിൻ്റെ വീട്ടിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ എങ്ങനെയാ നടത്തിൽ ആദ്യമായിട്ടാണ് വരുന്നത്. പിന്നെ അലീനച്ചി ഇവിടെ ഉണ്ട് എന്നൊരു ധൈര്യമായിരുന്നു. പിന്നെ ഷാജി പറഞ്ഞു, വാ ഇറങ്ങ് ഇങ്ങനെയൊക്കെ പറഞ്ഞപ്പോഴത്തെ അവർ രണ്ടുപേരും കൂടെ ഇറങ്ങി ഇങ്ങനെ വന്ന് കോളിംഗ് ബെല്ല് അടിക്കുവാണ്. ഈ സമയത്ത് അലീനയ്ക്ക് വയ്യാത്തതുകൊണ്ട് രോഹിത്താണ് വന്ന് കഥ തുറക്കുന്നത്. രോഹിത്ത് വന്ന് കഥ തുറന്ന് നോക്കിക്കഴിഞ്ഞപ്പോഴത്തേന് ശരണ്യയുടെ അമ്മേനെയൊക്കെ കാണുവാണ്. രോഹിത്തിന് ഒരു നിമിഷം എന്ത് ചെയ്യണമെന്നറിയില്ല. ഇങ്ങനെ ശരണ്യനെയൊക്കെ തന്നെ തുറച്ച് നോക്കുക. ആ സമയം ശരണ്യ പെട്ടെന്ന് ധൈര്യം സംഭരിച്ച് അങ്ങോട്ട് കയറി ചെന്നു. എന്നിട്ട് പറഞ്ഞു, രോഹിത്തന്നെ എന്നെ മനസ്സിലായോ, ഞാൻ ശരണ്യാന്ന് പറഞ്ഞു. രോഹിത്തിന് എന്ത് പറയണമെന്നറിയില്ല. അന്നത്തെ ആ ഓർമ്മകൾ രോഹിത്തിൻ്റെ മനസ്സിലേക്ക് വരുന്നേ. അന്ന് ഹരി ഈ പെൺകുച്ചിനെ വിളിച്ചുകൊണ്ട് വന്നതൊക്കെ അന്ന് താൻ ഇവളെ കണ്ടതാണ്. അന്ന് ശരിക്കും പറഞ്ഞാൽ അത് ചിന്തിക്കാൻ പോലും പറ്റുന്നതിലപ്പുറമായിരുന്നു. അപ്പോഴേക്കും രോഹിത്ത് ഇനെന്തോ വല്ലാത്തൊരവസ്ഥയായിരുന്നു. ആ സമയം ഷാജി ചോദിച്ചു, അല്ല അലീന ഇവിടെ ഇല്ലേന്ന് ചോദിച്ചു. അലീനച്ചുണ്ട്, മുറിയിലുണ്ട്, പനിയായിട്ട് കിടക്കുവാന്ന് പറഞ്ഞു. പിന്നീട് രോഹിത്ത് പറഞ്ഞു, വാ കയറി വാ ഇരിക്കാനൊക്കെ പറഞ്ഞു. അങ്ങനെ എന്ത് ചെയ്തു, അവരങ്ങോട്ട് അകത്തേക്ക് വന്നിട്ടിരിക്കുവാണ്. ഈ സമയത്ത് രോഹിത്ത് എന്ന് അലീനയോട് പറഞ്ഞു, അലീനച്ചിയെ കാണാനായിട്ട് ഒരാൾ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. ആരാ? അതിപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു വിടാമെന്ന് പറഞ്ഞു. അങ്ങനെ ശരണ്യയോട് പോയിട്ട് പറഞ്ഞു, അതെ അലീനച്ചി മുറിയിലുണ്ട്, കയറി ചെല്ലാനും പറഞ്ഞു. അങ്ങനെ മുറി കാണിച്ചു കൊടുത്തു. അലീൻ്റെ അടുത്തേക്ക് ശരണ്യ വരുവാണ്. ശരണ്യയെ കണ്ടു കഴിഞ്ഞപ്പോൾ അലീന ശരിക്കും പറഞ്ഞാൽ ഞെട്ടിപ്പോയി. ഇത്രയ്ക്ക് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ അലീനെ കെട്ടിപ്പിടിച്ച് ശരണ്യ കരയുവാണ്. കാരണം വല്ലാത്തൊരു സങ്കടമായി പോയിട്ടുണ്ടായിരുന്നു. പിന്നീട് അലീനയോട് പറഞ്ഞു, എനിക്കിങ്ങോട്ടേക്ക് വരാൻ പറ്റുമെന്ന് പോലും സാധിക്കുമെന്ന് പോലും അറിയണ്ടായിരുന്നില്ല. പക്ഷേ എങ്കിൽ എന്താണെങ്കിലും അമ്മയും അച്ഛനൊക്കെ സമ്മതിച്ചുകൊണ്ട് മാത്രമെന്ന് പറഞ്ഞു. എന്നിട്ട് അവരെന്ത് ചെയ്യുന്നു ചോദിച്ചു. അതെ ഷായിച്ചണ്ണ എന്നെ കൂട്ടിക്കൊണ്ട് വന്നേ, അമ്മയുണ്ടെന്ന് പറഞ്ഞു. ആ സമയത്ത് ശരണ്യയുടെ അമ്മയും കൂടെ അങ്ങോട്ടേക്ക് വന്നു. പിന്നീട് അലീനയോട് വിശേഷങ്ങളൊക്കെ തിരക്കുന്നുണ്ട്. ഈ സമയം അലീന ശരണ്യോട് പറഞ്ഞു, നീ എൻ്റെ അടുത്ത് കൂടുതൽ അടുക്കണ്ട കേട്ടോ, അറിയാലോ എനിക്ക് പനിയാണ്, എങ്ങാനും പകർന്നിട്ടുണ്ടെങ്കിൽ പിന്നെ അത് മതി, അതൊന്നും എനിക്ക് സാരമില്ല, എനിക്ക് പ്രശ്നമുള്ള കാര്യമല്ല. അതെ അലീന ചേച്ചിയുടെ പനി എനിക്ക് പിടിച്ചാലും എനിക്ക് കുഴപ്പമില്ല എന്ന് പറഞ്ഞു. ശരണ്യ കൊച്ചു കുട്ടികളെ പോലെയായിരുന്നു അലീന അടുത്ത് ഇടപഴകിക്കൊണ്ടിരുന്നത്. വല്ലാത്തൊരു സന്തോഷമൊക്കെ ഉണ്ടായിരുന്നു ശരണ്യയ്ക്ക്. കാരണം തന്നെ ജീവിതത്തിലേക്ക് കൈപിടിച്ച് കൊണ്ടുവന്ന ആളാണ്. അതോടൊപ്പം തന്നെ അലീനയെ കാണുമ്പോൾ തന്നെ ശരണ്യയ്ക്കൊരു പോസിറ്റീവ് എനർജിയാണ് കിട്ടുന്നത്. ഈ സമയം രോഹിത്തിന് വല്ലാത്തൊരു അസ്വസ്ഥയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എന്നാലും രോഹിത്തിനൊരു സന്തോഷ സമാധാനമൊക്കെ മനസ്സിന് തോന്നി. ശരണ്യ ഇങ്ങോട്ടേക്ക് വന്നല്ലോ, അപ്പോൾ അവൾക്ക് തന്നോട് ദേഷ്യമൊന്നുമില്ല, അതുകൊണ്ടല്ലേ വരുമൊക്കെ ചെയ്തത്. പിന്നീട് അലീന പതുക്കെ എഴുന്നേറ്റ് പുറത്തേക്ക് വരുന്നുണ്ട്. അപ്പോൾ ഷാജി അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഷാജിയോട് സംസാരിക്കുന്നൊക്കെ ഉണ്ട്. ഈ സമയത്ത് രോഹിത് എന്ത് ചെയ്തു, അടുക്കളയിലേക്ക് പോയിട്ട് അവർക്ക് കുടിക്കാനൊക്കെയുള്ള എടുത്തുകൊണ്ട് വരുവാണ്. നാരങ്ങകളും കാര്യങ്ങളൊക്കെ അവനറിയാവുന്ന പോലെയൊക്കെ അവന് എല്ലാം എടുത്ത് പറിക്കി അവർക്ക് കൊണ്ടേ കൊടുക്കുന്നൊക്കെ ഉണ്ട്. ഈ സമയത്ത് ശരണ്യയുടെ അമ്മ പറഞ്ഞു, അതിൻ്റെ ഒന്നും ആവശ്യമില്ലായിരുന്നു, വേണ്ടായിരുന്നൊക്കെ പറയുന്നൊക്കെ ഉണ്ട്. അങ്ങനെ അവർ സന്തോഷത്തോടെ സംസാരിക്കുന്ന സമയത്താണ് വൈജയന്തിക്ക് മനസ്സിലായത് ഇവിടെ ആരൊക്കെയോ വന്നിട്ടുണ്ടെന്നുള്ള കാര്യം. അങ്ങനെ വൈജയന്തി ഹാളിലേക്ക് ഇറങ്ങി വന്ന് നോക്കി കഴിഞ്ഞപ്പം ശരണ്യ അലീനയൊക്കെ സംസാരിക്കുന്നുണ്ട്. പക്ഷേ ശരണ്യയെ കണ്ടിട്ട് ആരാ എന്താ ഏതാണെന്നും മനസ്സിലായതില്ല. പക്ഷേ എങ്കിൽ പിന്നീടാണ് വൈജയ്ക്ക് മനസ്സിലായത് ഇത് ശരണ്യാന്നുള്ള കാര്യം. അങ്ങനെ ശരണ്യാന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും വൈജയന്തിക്ക് ദേഷ്യം വന്നേ. തൻ്റെ മോനെ കുടിക്കുകയോളാ ഈ നിൽക്കുന്ന എന്നൊരു ചിന്ത വൈജയന്തിയുടെ മനസ്സിലേക്കുണ്ട്. വൈജയന്തി ആണെങ്കിൽ രണ്ടും കൽപ്പിച്ച് ഹാളിലേക്ക് വരുവാണ് ശരണ്യെ ചീത്ത പറയാനായിട്ട്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ കാണുന്നത്. ഇനിയിപ്പോൾ വൈജയന്തി വന്നിട്ട് വൈജയന്തിയുടെ സ്വഭാവം അറിയാലോ, വായി തോന്നൊക്കെ വിളിച്ചു പറയും. പക്ഷെ അത് കേട്ടിട്ടുണ്ടെങ്കിൽ എനിക്ക് സഹിക്കാൻ പറ്റില്ല. കാരണം തെറ്റ് ചെയ്ത് ശരണ്യല്ല. പക്ഷേ എങ്കിൽ വൈജയന്തിക്ക് ദേഷ്യമാണ് ശരണ്യോട്. ശരണ്യ കാണുവാണെങ്കിൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായെന്നൊക്കെ ചിന്തിച്ചിട്ട് എന്താണെങ്കിലും ഒരു കാരണവശാലും ശരണ്യൊന്നും പറയാനായിട്ട് അലീനെ സമ്മതിക്കത്തൊന്നുമില്ല. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.